ഹായ് ഹലോ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 3ാം ക്ലാസ്സിലെ EVS പരിസര പഠനത്തിലെ സെക്കൻഡ് ടൈം എക്സാമിന് വരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി എഴുതി പഠിച്ചു വെച്ച് പോവുക. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇവിടെ ഓർഗാനിസം ജീവികളും അവ പരത്തുന്ന രോഗങ്ങളും തന്നിട്ടുണ്ട്. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതിൽ നിന്ന് എന്തായാലും ചോദ്യങ്ങൾ വരും. അപ്പോൾ മോസ്കിറ്റോസ് എന്താണ്? കൊതുകുകളാണ്. കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾ മലേറിയ, ഡെങ്കി ഫീവർ, ചിക്കൻ ഗുനിയ, സിക്ക ഫീവർ, യെല്ലോ ഫീവർ. അതായത് മലേറിയ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക പനി, മഞ്ഞപ്പനി അല്ലേ. ഇനി ഹൗസ് ഫ്ലൈ, ഈച്ചകൾ പരത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്റ്റേരിയ, കോളറ, ഡൈറോഫിയ, പോളിമോലിറ്റിസ്, ടൈഫോയിഡ്, ഹെപ്പാറ്റിസിസ് എ, പിന്നെ ആന്ത്രാക്സ്, ട്യൂബർക്യുലോസിസ്, കൺജക്റ്റീവ്സ് വയറുകടി, കോളറ, വയറിളക്കം, പിള്ളവാതം, ടൈഫോയിഡ്, അതിസാരം, മഞ്ഞപ്പിത്തം, ആന്ത്രാക്സ്, ക്ഷയം, കണ്ണരോഗം. ഇനി റാറ്റ്സ്, എലികൾ പരത്തുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? റാറ്റ് ഫീവർ, പ്ലെങ്കി, ഹാൻഡ വൈറസ്, ലസ ഫീവർ, സാൽമോലിയസ്, തുലേർമിയ. എലിപ്പനി, പ്ലേഗ്, ഹാൻഡ് വൈറസ്, ലസാപ്പനി, സാൽമോനോലോസിസ്, തുലാരിയ. ഇനി അടുത്തത് നോക്കാം. ഇനി ഇവിടെ നമ്മളെ ഒരു പച്ചക്കറി തോട്ടത്തിൽ വരുന്ന പക്ഷികളും മൃഗങ്ങളും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ, സംഭാഷണം എഴുതിയിട്ടുണ്ട് അല്ലേ. എന്താണ്? അണ്ണാന് പറയാണ്, കാക്കേ നിനക്ക് വിത്ത് കിട്ടിയോ? അപ്പോൾ കാക്ക പറയാം, കിട്ടി. നിനക്ക് പഴങ്ങൾ കിട്ടിയില്ലേ? അപ്പോൾ എന്താണ്? എനിക്ക് വിശന്നിട്ട് വയ്യ, കുറച്ച് മരച്ചീനി കഴിക്കാം. ആരാ പറയുന്നത്? എലി അല്ലേ. ഈ പൂവിലെ തേൻ തീർന്നു, ഇനി അടുത്ത പൂവിൽ പോകാം അല്ലേ. പൂമ്പാറ്റ പറയുകയാണ്. നമ്മൾ നടാതെ തന്നെ മുളക്, പപ്പായ തുടങ്ങിയ സസ്യങ്ങൾ വളർന്നു വരുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇങ്ങനെയായിരിക്കും വിത്തു വിതരണത്തിന് സഹായിക്കുന്ന ജീവികളിൽ പ്രധാനമാണ് പക്ഷികൾ. അവ പഴങ്ങളും കായ്കളും ഭക്ഷിച്ചതിന് ശേഷം വിസർജിക്കുമ്പോൾ വിത്ത് പല സ്ഥലങ്ങളിൽ ചെന്ന് വീഴുന്നു. ഈ വിത്തുകൾ അവിടെ കിടന്ന് മുളച്ച് ചെടിയായി മാറുന്നു. ഇനി ഭക്ഷ്യവസ്തുക്കളും ലഭിക്കുന്ന ഗുണങ്ങളും ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു പോകണം. ധാന്യങ്ങൾ എന്താണ്? ജോലികൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കുന്നു. കിഴങ്ങുവർഗ്ഗങ്ങൾ എന്താണ്? ജോലികൾ ചെയ്യാനുള്ള ശക്തി ലഭിക്കുന്നു. പച്ചക്കറികൾ രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു. പഴങ്ങൾ രോഗങ്ങൾ വരാതിരിക്കാൻ സഹായിക്കുന്നു. പയറുവർഗ്ഗങ്ങൾ ശരീര വളർച്ചയെ സഹായിക്കുന്നു. പാല് ശരീര വളർച്ചയെ സഹായിക്കുന്നു. ഇറച്ചി ശരീര വളർച്ചയെ സഹായിക്കുന്നു. മുട്ട ശരീര വളർച്ചയെ സഹായിക്കുന്നു. മീൻ ശരീര വളർച്ചയെ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും വിവിധ തരത്തിലുള്ള ഭക്ഷ്യവിഭവങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. എണ്ണയിൽ വറുത്ത ആഹാര പദാർത്ഥങ്ങളുടെ ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവയുടെ അമിത ഉപയോഗം ശരീരത്തിലെ കൊഴുപ്പിനെ വർദ്ധിപ്പിക്കും. ഇതുമൂലം പല വിധത്തിലുള്ള രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ഇനി കുടിവെള്ളമോ? കുട്ടികൾ ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണം? നമ്മുടെ പ്രായത്തിലുള്ള കുട്ടികൾ ദിവസവും 6 മുതൽ 8 വരെ ഗ്ലാസ് വെള്ളം കുടിക്കണം. കാലാവസ്ഥയ്ക്കും കായിക പ്രവർത്തനങ്ങൾക്കും അനുസരിച്ച് ഇതിന് മാറ്റം വരാം. ഇനി നിങ്ങളോട് സാലഡ് തയ്യാറാക്കാനുള്ള ചോദ്യം വന്നാലോ? പച്ചക്കറി സാലഡ് ആവശ്യമായ സാധനങ്ങൾ: വലിയ ഉള്ളി, കക്കരിക്ക, തക്കാളി, പച്ചമുളക്, ക്യാരറ്റ്, തൈര്, ഉപ്പ്. ഉണ്ടാക്കുന്ന വിധം എങ്ങനെയാണ്? പച്ചക്കറികൾ നന്നായി കഴുകിയെടുക്കുക, ചെറിയ കഷ്ണങ്ങളാക്കുക, കുറച്ച് തൈര് ചേർത്ത് 1 സ്പൂൺ ഉപയോഗിച്ച് ഇളക്കുക, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. രുചികരമായ സാലഡ് തയ്യാറായി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മൾ ഈ വീഡിയോയിലുള്ള ക്വസ്റ്റ്യൻസ്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അക്ഷരത്തെറ്റില്ലാതെ എല്ലാ മാർക്കും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനും മാർക്ക് സ്കോർ ചെയ്യാനും കഴിയട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഓൾ ദ ബെസ്റ്റ്.